ഇങ്ങോട്ട് കാണിക്കാവോ? തുളന്നിട്ടു അതെ, എല്ലാരും കുളിച്ച് മറിഞ്ഞ് പിരുന്നു. ഒന്നും പറയണ്ട. അതെ അതെ, ഹൈദരാബാദിൽ നിന്ന് 2 പെഗിട്ട്. അതാണ് ഹൈലൈറ്റ്. എന്റെ മോനെ പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിൽ മിൽക്ക് ഒഴിച്ചേരും അതിനകത്ത്. അപ്പോൾ അവിൽ മിൽക്ക് ഇതാണ് അവിൽ മിൽക്ക്. 3 ബൂസ്റ്റ്, 2 ബൂസ്റ്റ് പറഞ്ഞ. എനിക്കൊരു ഉള്ളിവട വേണം. ഒരു ഉള്ളിവട. ഉള്ളിവട അല്ല വേറെ എന്തെങ്കിലും കടിച്ചു നോക്കാം, എന്നിട്ട് പറയാം. വേണ്ട, ഉള്ളിവട വേണ്ട, വേറെ പാൽബണ്ണ്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടാണ് കേട്ടോ. കോഴിക്കോട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ സാജിറിൻ്റെ കൂടെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് കേട്ടോ. ഞാനും അജയും ഉണ്ട്, അനീഷ് ബ്രോ ഉണ്ട്. ബാക്കിയുള്ള ടീമുകൾ അവിടെ വരും, അതായത് നമ്മുടെ സാജിർ മാസ്റ്ററിൻ്റെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് സ്റ്റേറ്റിൻ്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരി. ആ അതെ, ബാലുശ്ശേരി ബസ്. ഇവിടെ ഇരിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ബാലുശ്ശേരി വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ സാജർ മാസ്റ്ററിൻ്റെ വീട്ടിൽ പോകണം. അതെങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞതാണ്. നമ്മുടെ അനീഷളെയും വിളിക്കുന്നുണ്ട്. എന്താ ഫോൺ എടുത്താ? ബിസി അളിയാൻ പള്ളിയിലായിരിക്കും. നമ്മുടെ മാസ്റ്റർ ചിലപ്പം കാര്യങ്ങളായിട്ട് ഐഡിയ പറയട്ടെ. അല്ല, സാജർ പള്ളിയിലൊക്കെ പോകും. ഐഡിയ പറയട്ടെ. നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങിയാലോ? നല്ല കാര്യം, നല്ല തീരുമാനം. ഉറങ്ങാം. ഞാൻ ആ ബസ്സിലുണ്ട്, കിടക്കാൻ പോ. ഇവിടെ പോ, തിരിഞ്ഞു നോക്കി. നമ്മൾ എല്ലാവരും രാവിലെ ട്രെയിനിൽ ഒക്കെ വന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് എന്തായാലും നമ്മൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരട്ടെ. നമ്മൾ ബാലുശ്ശേരിയിൽ നിന്ന് ഈയാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ വേറൊരു ബസ്സിൽ കയറി കേട്ടോ. അവിടെ നിന്ന് ഈയാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരു പിടിയില്ല, ചോദിച്ചും പറഞ്ഞൊക്കെയാണ് പോണത്. ജൂനിയർ മാസ്റ്റർ. നമ്മൾ സാജിർ ദ വാരിയർ മാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ ഈയാട് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോയിൽ ഇഞ്ഞ് വന്നു കേട്ടോ. മാസ്റ്ററുടെ തണ്ടർ ബേർഡും കൊണ്ടുവന്നിട്ട് നമ്മളെ ട്രിപ്പ് അടിക്കാന്ന് പറഞ്ഞു. അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ മാസ്റ്റർ ഇരപ്പിക്കുന്നു. ഗ്രാമഭംഗി കാണിക്കും. ഇതാ ഗ്രാമഭംഗി. നല്ല നടപ്പിന് നല്ല നടപ്പുള്ള ചെക്കനാ. ഇതാണ് നമ്മുടെ മാസ്റ്ററുടെ വീട്.
ചെരുപ്പ് നൂറട്ടെ. എന്തിന് എവിടെ പോയി? ഓൺലൈനല്ല എവിടുന്ന് മൈജി. അതായത് ഇതാണ് മാസ്റ്റർ റൂം അല്ലേ? ഈ സാധനല്ലേ മാസ്റ്ററിന് റൂമില്ല. ഇതിങ്ങനെ ചുമന്ന പഠിക്ക ഈ ബജാജ് കാട്ടുന്ന സാധനത്തില്ലേ ചെറുക്കന്റെ കോലം നോക്കായി എപ്പടി ഇരുന്നോ ഇപ്പടിയായിട്ട്. നിനക്ക് കണ്ടൊന്നും തോന്നണ്ട പറ്റി. അൽ പായസ ഇതില് മുന്തിരിങ്ങില്ല. ഇതില് മുന്തിരി ഇതില് വേറെ എന്തിനാ കിടക്കുന്നത്? മുന്തിരി വേണോ? വേണ്ട. അല്ല അത് തച്ച് അതെല്ലാം വീഴും. എന്താണ് പ്രശ്നം? രോഗിയായി. മാറ്റം. അത് ശ്വസിക്കണ്ട, അത് ശ്വസിക്കണ്ട. അതാണ് എല്ലാം ചെയ്തിട്ട് കുപ്പായങ്ങളെ മാറ്റിട്ട്. മേക്കപ്പ് ഒക്കെ ഇട്ട് പോവുകയാണ്. 1 ലക്ഷം രൂപ സാധനമുണ്ട്. 1 ലക്ഷം രൂപ ലക്ഷങ്ങളുടെ സാധനമാണ്. പിണ്ണതൈലം വേദനക്കുള്ള വണ്ടിയുടെ ഓയില്. വേദന പിണ്ണതൈലം കക്കൂസ് വെളിയിൽ നിന്ന് കൂട്ടാക്കൂലേ? അവൻ അകത്തിട്ട് കൂട്ടായിരുന്നു. വെളിയിൽ കൂട്ടാൻ പറ്റില്ല. മറ്റേ ഷൂ അല്ലാത്ത വാങ്ങി. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ വ്ളോഗ് കന്യാകുമാരി വ്ളോഗ് നമ്മൾ സാജന്റെ പ്രൊജക്ടറിൽ ഇട്ട് കാണുകയാണ് എല്ലാവരും കൂടെ. ഇതിന് ശേഷം കുറച്ച് പരിപാടികൾ. സാജിർ ദ വാര്യർ മാസ്റ്ററിന്റെ പുരസ്കാരങ്ങളാണ് ഇതെല്ലാം. ഇതില് ഇതൊന്നും അല്ല മെയിൻ. ഈ സാധനം ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ പ്രൈമൽ FC ചാമ്പ്യൻ UFC ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ആണ് കേട്ടോ. ഇത് എവിടത്തെ കോമ്പറ്റീഷൻ പോയ സമയത്ത് കിട്ടിയതായിരുന്നു? ഇന്റർനാഷണൽ. എവിടെയായിരുന്നു? സിൽഗുരി. അത് പുറത്തെടുക്കാൻ പറ്റുമോ? എടുത്ത് കാണിക്കാവോ? സെറ്റ്. തമാശ അല്ല കേട്ടാ, കാര്യമായിട്ടാണ്. കാണിച്ചില്ലെങ്കിലോ? ആ അടുത്തേലും ഞാൻ തന്നെ. ഇങ്ങോട്ട് കാണിക്കാവോ? തോളത്തിട്ടു അതെ. ഒരു നിങ്ങൾക്ക് ബെൽറ്റ് ഉണ്ടാവൂലേ? നമുക്ക് ബെൽറ്റ് ഇല്ല. നിങ്ങൾക്ക് ബെൽറ്റ് അപ്പൊ ബെൽറ്റ് തിരിച്ചിട്. പ്രോയില് ബെൽറ്റ്. കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. താമസിയാതെ നമ്മുടെ മാസ്റ്ററിന്റെ ഒരു ഇന്റർവ്യൂ എന്റെ ചാനൽ ഉണ്ടായിരിക്കും കേട്ടോ. എടാ മിണ്ടായിരുന്നു, ഞാൻ ഹൈപ്പ് കയറ്റി വെക്കട്ടാ. ബാസിത് എങ്കറ ഭാസ്കരൻ പോട്ടാ. അപ്പൊ നമ്മള് സാജർ മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് നേരെ റിസോർട്ടിലോട്ട് പോവാണ് കേട്ടാ. റിസോർട്ടിന്റെ പേരറിയാവൂടെ? ബൾഗേറിയൻ സ്കോട്ടാ. നീ എന്തൊക്കെയാ പറയടാ? അന്ന് അങ്ങോട്ട് പോവേണ്ട. നമ്മുടെ മാസ്റ്ററും നമ്മുടെ ആദിത്യം ബ്രോയും അവര് ബൈക്കിൽ പോയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഒരു ബ്രോയുടെ കൂടെ കാറിൽ പോവുകയാണ്.
ബ്രോ എന്താണ്? അതാണ് ടാർഗേറിയം കയറിയെന്ന്. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് റിസോർട്ടിൽ പോയിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ ചുരം കയറാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് ഇത്തിരി തലയിറക്കം വിഷയമുള്ളതുകൊണ്ട് എനിക്ക് എന്റെ വാസമുള്ള ഒരു ചെറുനാരങ്ങയെ കൊണ്ടുവന്ന് ഞാൻ മാറ്റി. അതെ, ഇതിന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ഇങ്ങനെ ആയത്. ഇവര് തമ്മിൽ ലവ് ആണ്. അതെ, ഇവര് തമ്മിൽ ലവ് ആണ്. അതെ. അതിന്റെ പ്രോഡക്റ്റ് എന്താടാ അതിന്റെ പ്രോഡക്റ്റ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ ചുരം കയറി തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ചുരത്തിന്റെ അടിവാരമാണ് ഇവിടെ. ഓക്കെ, ആ പോണത് അമ്മമാര് പുളപ്പിച്ചോണ്ട് ഉള്ളു കാണിക്കാൻ പറ്റൂല, ഫേസ് ഇല്ല. അവിടെ എത്തണം. പ്രേക്ഷകരെ, നിങ്ങൾക്ക് കാണാൻ കഴിയുമോന്ന് അറിയത്തില്ല. ചുരത്തിന്റെ അങ്ങ് ഏറ്റവും മുകൾ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ ഇതിൽ ഇത്രയും സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സുഹൃത്തുക്കളെ. കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഈ ചുരം ഗീറിൽ ഇറക്കണമെന്നാണ് പറയുന്നത്. വലിയ പ്രൊഫഷണൽ ഫസ്റ്റ് ഗിയറിലിട്ടാ ഇറക്കുക. നമ്മളെന്ത് തങ്ങിയിട്ട് ബ്രേക്ക് ഔട്ടിയല്ല. ഞങ്ങൾ കയറി എത്താറായി മുകളിൽ. നമുക്ക് ചെക്കിങ് ഒരു വിഷയമല്ല. ഇൻഷുർ 10 ദിവസം ഇൻഷുർ ഇതാണ് ടോപ്പ്. ഇവിടുന്ന് ആ നിൽക്കുന്ന പെണ്ണുങ്ങൾ നിൽക്കുന്നിടത്ത് കൂടെ ഒന്ന് ഇറങ്ങിപ്പോയി അടയ്ക്ക് താഴെ ഓടും. ഒന്ന് പോയിക്കോട്ടെ. ഞാൻ ചെയ്താ ആ വണ്ടി ഒതുക്കിഞ്ഞൂടാ. ഓർക്ക് ഇനി ഇപ്പം എപ്പോഴെങ്കിലും നടക്കുകയൊന്നുമില്ല. ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് കേട്ടോ. മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് താഴ്ന്ന് വന്ന റോഡും അവിടുത്തെ വ്യൂ എല്ലാം നമുക്ക് നല്ല രീതിക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുമെന്നറിയത്തില്ല. ഓക്കേ, അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ നിന്നുള്ള. കൊരങ്ങൻ ചേട്ടന്മാരുണ്ട്. അനീഷേ, എൻ്റെ പുറകിൽ ആളുണ്ടേ. പാറുസേ, അതിനെ പോയി തട്ടിട്ടാലോ. നമ്മൾ വയനാട് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ. ചുരം കഴിഞ്ഞല്ലേ? അപ്പൊ ചുരം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ചെറുനാരങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ടിരുന്നു. അവിടെ ചെക്കിങ് ഉണ്ട്. വേണ്ട, ഇതാണ് കരിന്തണ്ടൻ. ആ ചങ്ങല ഉണ്ടോ? ചങ്ങല ചുരം ഇട്ടാനായിട്ട് വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ. അതുകൊണ്ടാ ഇതിൽ നോക്കണം, മരത്തില്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ പാർക്കിംഗ് സ്പേസ് ഇവിടെയാണ്. ഓക്കെ, നമ്മുടെ സാഹചര്യം ആദ്യത്തേനും അപ്പുറത്തെ ഭാഗത്താണ്. നമ്മൾ അങ്ങോട്ട് പോവാം. എല്ലാം അടുത്താ? ഓക്കെ, ഇതെങ്ങനെ ഇൻഡോർ ആയത്? ഔട്ട്ഡോർ ഇല്ലാത്തുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. വീണ്ടും ഒരു റൂം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വന്ന് കയറപ്പം ഒരു ഹാള്, ഒരു സോഫ, ഒരു മേശ,
പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ചായ കെട്ട് കുടിക്കാനുള്ള സാധനങ്ങൾ, ഒരു വാഷ് ബേസിൻ, ഡോർ കാണുന്നുണ്ട്. ഇവിടെ എന്താണെന്നുള്ള അറിയത്തില്ല. ഓ, ഇത് വേറെയാണ് കേട്ടോ, ഇത് നമ്മുടെ ഏരിയ അല്ല. ഓക്കെ. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് കേട്ടോ. ചെറിയ റൂമിൽ നമുക്ക് മുകളിൽ കയറി കിടക്കാം. ഇത് നമ്മുടെ സാഹചര്യം വന്ന ഉടനെ ബുക്ക് ചെയ്തു. പിന്നെ അതാ ഇവിടെയും കിടക്കാം. അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും അത് വിശാലമായ ബാത്റൂമുണ്ട്. എന്നിട്ട് മൊത്തം 3 റൂമാണ്. AC ആണ് കേട്ടോ. മൊത്തം 3 റൂമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു റൂം അത്, രണ്ടാമത്തെ റൂം വരുന്നത് നല്ല അടിപൊളി റൂം കേട്ടോ. കൊച്ചു റൂമാണ്, എന്നാലും കുഴപ്പമില്ല. TV കാര്യങ്ങളും എല്ലാം ഉണ്ട്, സെറ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ റൂമിൽ ബാത്റൂം ഇല്ലല്ലേ? ഈ റൂമിൽ ബാത്റൂം ഇല്ല, അലമാരിയുള്ളൂ. എവിടെ ഇല്ല. ഇവിടെ സെയിം, ഇവിടെ TV ഒക്കെ ഇട്ട് വെച്ചേക്കുന്നല്ലോ. ഓക്കെ. അതുപോലെ എനിക്ക് വിശക്കുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ പോണ കേട്ടോ. നമുക്കുള്ള ഫുഡാണ് ബിരിയാണി, ചിക്കൻ. ഓക്കെ. ഓ എല്ലാം കൂടെ പൂളിച്ചാടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ചാർജ് ഇല്ലല്ലോ, ചാർജ് ചെയ്താളായിട്ട് ബാറ്ററി റൂമിൽ. പൂളിലേക്ക് പോകണം എല്ലാം കൂടെ. ഫുഡൊക്കെ കഴിച്ച് കുന്തളിപ്പൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത കുന്തളിപ്പ് പൂളിലാണ് കേട്ടോ. അവനെ നീന്താറിഞ്ഞടാ, അവനെ പിടി. അവൻ നീന്തിയാ എടാ, അവനെ പിടിടാ. എടാ, അവനെ നീന്താറിഞ്ഞൂടാ. ഇത് നീന്താൻ പഠിച്ചാ? അതെന്താ താഴെ കൂടെ പോണ? നീ എന്ത് ബാഗാ കാണിച്ച? ആളെയാ ബാഗ് അടിക്കലേ? ആളെയാ എടാ, തല വന്ന് ഇടി ഇടിക്കും. നിനക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ അടിക്കരുത്. ഞാനേ പോയി അടിച്ചതാണ് ഒരു തല വന്ന് കറക്റ്റ് കല്ലി അടിച്ച്. എനിക്ക് തണുക്കുന്നു, ഞാൻ കുളിക്കുന്നില്ല. Rolling action. Ready? Rolling action. ആരെയും കിട്ടില്ല. പറയണ്ട
എല്ലാരും ചാടുകയാണോ? മുന്നോട്ടോടെ എല്ലാരും കുളിച്ച് മറിഞ്ഞ് പിരുന്നു. ഒന്നും പറയണ്ട. അതെ അതെ, ഹൈദരാബാദിൽ നിന്ന് 2 പെഗിട്ട്. അതാണ് ഹൈലൈറ്റ്. എന്റെ മോനെ, പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക്സ് ഫ്രണ്ട്സ്.